നമസ്കാരം. വീണ്ടും മണി പേജ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നല്ല രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ പോസിറ്റീവ് ആയിരുന്നത്. ഈവനിംഗ് നോക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കുന്നു. രാവിലെ ഇന്ന് -10 ഓപ്പൺ ആയ നിഫ്റ്റി ഇപ്പോൾ +5 ഇരിക്കുന്നു. സെൻസെക്സ് 40 പോയിന്റിൽ പ്ലസിൽ ഇരിക്കുന്നു. മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്നു. ഇന്നലെ താഴെ വീണത് നോക്കിയെങ്കിൽ ബാങ്ക് നിഫ്റ്റി തന്നെ താഴെ പോയായിരുന്നു. ഓവറോളായിട്ട് മാർക്കറ്റ് അങ്ങനെ എഡ്ജിൽ ഇരിക്കുന്നു. എന്താകുമെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. റിസൾട്ടിൻ്റെ ബേസ് ചെയ്ത് തന്നെ എല്ലാം ഇരിക്കുന്നു. ഇന്നലെ വന്നിട്ട് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായി. ഇത് ലോങ് ടേമിൽ അമേരിക്കയ്ക്ക് ഡാമേജ് ചെയ്യും അങ്ങനെയെന്ന് എല്ലാവരും പറയുന്നു. ബേസിക്കലി അമേരിക്കേൻ്റെ ഡെഫിസിറ്റ് കയറും. അമേരിക്കയുടെ ഡെഫിസിറ്റ് കയറുന്ന ഡോളറിൻ്റെ വാല്യൂ കുറയും. ഡോളറിൻ്റെ വാല്യൂ കുറയുന്ന സമയത്തിൽ ഗോൾഡിൻ്റെ വാല്യൂ കയറും. ഇത് കാരണം വെരി ലോങ് ടേമിൽ ഗോൾഡിന് വളരെ പോസിറ്റീവായ ന്യൂസ്. ഇന്നലെ ആ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായത്. ഇത് കാരണം ഷോർട്ട് ടേമിൽ വൊളറ്റാലിറ്റി ഇരിക്കത്തില്ല. ബട്ട് ഇത് ഷോർട്ട് ടേമിൽ വൊളറ്റാലിറ്റി ഇരിക്കും. വൊളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഏതിൽ വന്നിട്ട് വളരെ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് വന്നുവെങ്കിൽ 3-4%, 5% കറക്റ്റായാൽ അത് ഈ സമയം കൊണ്ട് ഒരു 50 രൂപ കറക്റ്റായിട്ടുണ്ട്. 9,050 രൂപ പ്ലസ് ടാക്സിലാണ് ഇരിക്കുന്നു. ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇൻഫ്ലേഷനെയും കയറ്റും. ജെറോം പോൾ ഇരിക്കുന്നത് വരയ്ക്കും വലുതായിട്ട് റേറ്റ് കട്ട് വരത്തില്ല. 2 റേറ്റ് കട്ട് മാത്രം തന്നെ വരും. ഈ സമയം കൊണ്ട് 4.5 4.5% ഇരിക്കുന്ന റേറ്റിലിരുന്ന് ജെറോം പോൾ പോയിൻ്റെ അകത്ത് 3.5 to 4 ആകാം. അതിൻ്റെ മുകളിൽ കുറയത്തില്ല. ജെറോം പോളിനെ റീപ്ലേസ് ചെയ്യാൻ അടുത്ത ആളിനെ ഞാൻ ഇപ്പോഴേ അപ്പോയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നും അതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്തില്ല അവർ. ഡിസൈഡ് ചെയ്തതിന് ശേഷം തന്നെ ജെറോം പോളിൻ്റെ റീപ്ലേസ്മെൻറ്റ് ആരെന്ന് നമുക്കറിയാൻ പറ്റും. അവരുടെ പോളിസീസ് എന്തായിരിക്കുമെന്ന് നമുക്കറിയാൻ പറ്റും. ഓവറോളായിട്ട് നോക്കിയാൽ ഇൻഫ്ലേഷൻ അമേരിക്കയിൽ ഹൈ ആയിരിക്കും. ഇത് കാരണം തിരികെ 0% ഇൻട്രസ്റ്റ് റേറ്റ് പോകുന്നത് എന്നത് വളരെ കഷ്ടമാണ്. 2-3% തന്നെ ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റ് അമേരിക്കയിലിരിക്കും. ഈ സമയം 4.5 ഇരിക്കുന്നു. മാക്സിമം കുറയ്ക്കണമെങ്കിൽ 1.5% കുറയ്ക്കാം ഈ 2-3 വർഷത്തിൽ. ഇത് കാരണം 0% പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇത് കാരണം നമ്മളെ ഇന്ത്യയുടെ ലോങ് ടേം എഫക്റ്റ് എന്താ? ഇന്ത്യയുടെ ലോങ് ടേം എഫക്റ്റ് വന്ന് സ്റ്റാർട്ടപ്പിന് കാശ് വരത്തില്ല. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ പറ്റിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഒക്കെ ഇപ്പോൾ പബ്ലിക് ഇഷ്യൂ ഇട്ട് ഫണ്ട് മൂലം നിങ്ങൾ കാശിനൊക്കെ എടുത്തുകൊണ്ട് പോകാനാണ് അവർ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയെങ്കിൽ ഓല, പേടിഎം, പോളിസി ബസ, നൈക്ക ഇതുപോലത്തെ പല കമ്പനി ഒക്കെ പബ്ലിക് ഇഷ്യൂ ഹൈ വാല്യൂവേഷനിലിട്ട് അതിൻ്റെ ശേഷം സ്റ്റോക്ക് വലുതാ കയറിയില്ല. മൊട്ടം ആദ്യം വന്ന സമയത്തിലിരുന്ന് പെട്ടെന്നൊരു ഹൈറ്റിൽ പോയി ഇപ്പോൾ അവിടെ നിന്ന് വീഴുന്ന ശതവീതം പോയിരിക്കുന്നു. ലോങ് ടേമിൽ സൊമാറ്റോയും ഡിക്ലൈൻ ആകും. ഇത് എന്ത് ചെയ്താലും അതിൻ്റെ IPO പ്രൈസിനെ അത് കഴിഞ്ഞു പോയില്ല. ഇതുപോലെ സ്റ്റാർട്ടപ്പിൽ വലിയ നെയിം ഇരിക്കുന്നതൊക്കെ വന്ന് പബ്ലിക് ഇഷ്യൂ ഇട്ട് നമ്മളെ പറ്റിക്കും. സമയം നിങ്ങൾ നോക്കിയെങ്കിൽ മീഷോ എന്നൊരു കമ്പനി വരാൻ പോകുന്നു. അത് ഈ സമയം കൊണ്ട് ഒരു ലാഭവും ചെയ്യാൻ പോകുന്നില്ല. അതും പബ്ലിക് ഇഷ്യൂ ഇടാൻ പോകുന്നു. വലിയ പബ്ലിക് ഇഷ്യൂവിൽ ഇരിക്കുന്ന നമ്മളെ HDBA വെറും 10% തന്നെ ലിസ്റ്റായി. അതേ വന്നിട്ട് ഹൈലി ഓവർ വാല്യൂഡ് ആണ്. നിങ്ങളൊരു ലിസ്റ്റിംഗ് പോപ്പിന് വേണ്ടി ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ എക്സിറ്റ് കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അടുത്ത് നിങ്ങൾക്ക് 2 ഗുഡ് ന്യൂസ് ഒന്ന് തരണം. ഇന്ന് ഗുഡ് ന്യൂസോടെ തുടങ്ങാം നമുക്ക്. ആദ്യ ന്യൂസ് എന്തെന്ന് വെച്ചാൽ IDFC ബാങ്ക് 25 പൈസ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. അതായത് 2.5% ഓഫ് ഫേസ് വാല്യൂ ഡിവിഡൻഡാണ് കൊടുത്തിരിക്കുന്നു. ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് ലോങ് ജേണിയാണ്. ജേണിയിൽ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. അക്കിൻ്റെ വില 78 അടുത്ത് ആൽമോസ്റ്റ് ഇപ്പോൾ ഇരിക്കുന്നു. 78-79 ഇരിക്കുന്നു. ബട്ട് ഇതിൽ എന്തെന്ന് വെച്ചാൽ 24-ൽ 82 വരെ പോയായിരുന്നു. ദെൻ 52 വരയ്ക്കും താഴെ വന്നായിരുന്നു. 52-ൽ ഇരുന്ന് 60 വരയ്ക്കും കൺസിഡർ ചെയ്യാൻ വളരെ ലോങ് ടൈം കൊടുത്തായിരുന്നു. ഇതുപോലത്തെ ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് ഡൗട്ട് വന്നെങ്കിൽ അത് മിസ്സായി പോവും. 52, 54, 56 കുറച്ച് ദിവസം ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം 77 കയറി. അയ്യോ മിസ് ചെയ്തേ എന്ന് നമുക്ക് തോന്നും. ഇതുപോലത്തെ ഫീലിംഗ് തന്നെ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഇരിക്കും. 5-ൽ ഒരു ദിവസം ഇരുന്ന് പിന്നെ 23-ൽ ഒരുപാട് ദിവസമായിരുന്നു. അതൊക്കെ നമ്മളൊരു ബോറടിക്കുന്നു എന്ന് വിചാരിക്കാതെ ഇതൊക്കെ നമ്മൾ വിന്നിങ് ബെറ്റായി എടുത്ത് നമ്മൾ ചെയ്യണം. ഇതൊക്കെ വന്ന് വാല്യുവേഷനാണ് കിങ്. വാല്യുവേഷൻ ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇനിയൊരു നല്ല വലിയ ന്യൂസ് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നാറ്റ്കോ ഫാർന്ന് ഇന്ന് എന്തായെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്നലെ ഈവനിങ് സമയത്തിൽ ഒരു വിൽണ മാർക്കറ്റിൽ
ഗില്ലി പോലെ 6% കയറിയിരുന്നു. 6% കയറി 975 ടു 980 വരയ്ക്ക് ട്രേഡ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ ഹാപ്പി ആയിരുന്നിരിക്കും. പ്ലഷറിലിരുന്ന് ഒരുപാട് പേർക്ക് അത് വന്നിട്ട് നെഗറ്റീവിൽ ഇരുന്നിരിക്കും. കാരണം തന്നെ ഞാൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ 1600 തുടങ്ങി കുറച്ചാണ് നിങ്ങൾ കൺസിഡർ ചെയ്തുവെങ്കിൽ ഇപ്പോൾ വെരി പ്രോഫിറ്റബിൾ ആയിരുന്നിരിക്കും. ഒരുപാട് ആൾക്കാർ 1000 രൂപയിൽ കൺസിഡർ ചെയ്ത് നിങ്ങൾ വിഷമിച്ചിരിക്കും. വെയിറ്റ് ചെയ്യാം. തിരികെ ഇത് 1100 1400 മുകളിൽ പോകും. പക്ഷേ ഈ ആദ്യത്തെ 2 ക്വാർട്ടറിൽ റെവൽമെൻറ്റ് കാരണം അത് മുകളിൽ കയറും. Q3 Q4 തിരികെ ഒരു കറക്ഷൻ വരാൻ ചാൻസ് ഇരിക്കുന്നു. 20-30% കറപ്റ്റ് ആകും. ആ സമയത്തിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. തിരികെ ലോങ് ടേം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ റെഡ് ഈ സമയം വാർണിംഗ് കൊടുത്തായിരുന്നു. ഗ്ലൂട്ടൈഡ് അവർ എപ്പോൾ ലോഞ്ച് ചെയ്ത് സക്സസ്ഫുൾ ആകുന്ന സമയത്തിൽ തന്നെ ഇതുപോലത്തെ സ്റ്റോക്കിനൊക്കെ വലിയ ലാഭം വരും. അവർക്ക് വന്നിട്ട് റിലീഫ് ബാം ഈ ഷോൾഡറിൽ ഇരിക്കുന്ന മസ്കുലർ ഇഞ്ചക്ഷൻ വന്നിട്ട് അതിനെ കൗണ്ടർ ചെയ്യുന്നത് റാഷോയുടെ പ്രോഡക്റ്റിനെ കൗണ്ടർ ചെയ്യുന്നത് തന്നെ വലിയ സക്സസ് ആകുമെന്ന് അവർ വിചാരിക്കുന്നു. സോ ഇതുപോലെ ഒരുപാട് ഇന്നോവേറ്റീവ് സ്റ്റോക്സിനെ നാറ്റ്കോ കൊണ്ടുവരും. നമ്മൾ തന്നെ ക്ഷമയോടെ ഇരിക്കണം. അതിൽ ഒരുപാട് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മണി ക്യാഷായിട്ട് ബാങ്ക് ബാലൻസിൽ ഇരിക്കുന്നു. ആ ബാലൻസിനെ എടുത്ത് നിങ്ങൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ അടുത്ത 2 പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 അന്ന പറഞ്ഞ പോലെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കാരണം നമ്മളതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോഴല്ല മാർക്കറ്റ് ഒരു 20-30% കറപ്റ്റായെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണ്ട. നീയൊക്കെ ഒരു നല്ല സ്റ്റോക്ക് കിട്ടിയിരിക്കുന്നു. അത് വന്നിട്ട് ഒരു 5-10 വർഷത്തിൽ ഒരു നല്ല റിട്ടേൺ കൊടുക്കും. ഇത് കാരണം 20% കറപ്റ്റാകാൻ പോകുന്നു എന്ന് സാർ പറഞ്ഞു. കാരണം നമ്മളതിനെ എക്സിറ്റ് ചെയ്തുകൊണ്ട് തിരികെ വാങ്ങാം. അങ്ങനെ നിങ്ങൾ വിചാരിച്ചെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. അടുത്ത ന്യൂസ് വന്നിട്ട് നിയോൾ ടാറ്റ വായ തുറന്നിട്ടുണ്ട്. നിയോൾ ടാറ്റ വന്ന് ട്രങ്കിൻ്റെ AGMൽ സംസാരിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ സൂഡിയോയെ നോക്കുന്നു, വെസ്റ്റ് സൈഡ് നോക്കുന്നു. സൂഡിയോ വെസ്റ്റ് സൈഡിലെ ലോങ് ടേമിൽ വന്ന് ഞങ്ങളെ സ്റ്റാർ ബജാജ് ബിസിനസ് തന്നെ വലുതായിട്ട് പിക്കപ്പ് ആകും. ഇതിൽ തന്നെ ഫ്യൂച്ചർ ഇരിക്കുന്നു അങ്ങനെന്ന് പറയുന്നു. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ഫുഡ് മാർക്കറ്റിൽ ഇന്നും ഒരുപാട് പേർ ഇൻവെസ്റ്റ് ചെയ്യും. ഒരുപാട് കൺസംഷൻ ഇരിക്കും. ഡ്രസ്സിൽ വളരെ കൺസംഷൻ ഇരിക്കത്തില്ല. ഒരു പ്രാവശ്യം ഒരു ടീഷർട്ട് വാങ്ങുമെങ്കിൽ മിനിമം 1.5 വർഷം നിങ്ങൾ യൂസ് ചെയ്യും. പക്ഷേ ഫുഡ് എന്ന് പറയുമ്പം അത് ഡെയിലി ആവശ്യമുള്ള കാര്യമാണ്. അത് കാരണം നാച്ചുറലി നമ്മളെ സ്റ്റാർ ഫുഡ് ബിസിനസ് വന്നിട്ട് ഡു ബെറ്റർ. പക്ഷേ ഈ ബിസിനസ് എന്ന് പറയുന്നത് പോയ 5 വർഷത്തിൽ 1000 കോടി നഷ്ടപ്പെട്ടിരിക്കുന്നു. സോ ഇതിനെങ്ങനെയാണ് എടുത്ത് നടത്താൻ പോകുന്നു എന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നെവിൽ ടാറ്റ എന്ന ഇവരെ മോനെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഹെഡായിട്ടിരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നു. അത് എങ്ങനെയാണ് ടേൺ അറൗണ്ട് ചെയ്യാൻ പോകുന്നു അടുത്ത 5 വർഷത്തിൽ എന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അവരെ വയസ്സ് 32. കെയർഫുള്ളായിട്ട് എല്ലാവരും നോക്കും. എന്തെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ക്ലീൻ ചന്ദ്രയ്ക്ക് 62 വയസ്സാകുന്നു. ഈവൻ ഇഫ് ചന്ദ്ര കണ്ടിന്യൂസ് ഫോർ ഫുൾ ടേം ഒരു 13-14 വർഷം ഇരിക്കും. ഈ ട്രാൻസിഷനിൽ അടുത്ത നെവിൽ ടാറ്റ വരാൻ ചാൻസ് വളരെ നന്നായിരിക്കുന്നു. കാരണം ഈ സ്റ്റോക്ക് ബസാർ ബിസിനസ്സിനെ വളരെ കെയർഫുള്ളായിട്ട് നോക്കും. എന്നു വെച്ചാൽ നെൽകോവിൽ ടാറ്റ ഇൻഡസ്ട്രീസിനെയും രതൻ ടാറ്റയുടെ അടുത്ത് കൊടുക്കുമ്പോൾ എന്നെ ടേൺ അറൗണ്ട് ചെയ്യാൻ ട്രൈ ചെയ്തെന്ന് ഈക്വലായിട്ട് നോക്കും. അങ്ങനെ അപ്പം തന്നെ ക്ലിയർ ഒരു ഇൻഡിക്കേഷൻ കിട്ടും നമുക്ക്. ഗ്രൂപ്പിൽ അവർക്ക് എന്ത് റോൾ കിട്ടുമെന്നത് അപ്പം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. കാരണം ഒരു വലിയ ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD PR ഷെട്ടി സംസാരിച്ചിരിക്കുന്നു. PR ഷെട്ടി എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ 787 ഡിസ്ട്രിക്റ്റ് ഇരിക്കുന്നു. ചില സ്ഥലങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇല്ല. ആ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ ഇന്നും സ്ട്രെങ്തൻ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സർവീസിനെ ഇമ്പ്രൂവ് ചെയ്താലേ വളരെ നന്നായിരിക്കും. ക്ലയൻ്റ് അടുത്ത് എങ്ങനെയാണ് സംസാരിക്കണമെന്ന് അവിടെ ഇരിക്കുന്ന മാനേജേഴ്സിന് അറിയത്തില്ല. ക്ലയൻറ്റിനെ ടാപ്പ് ചെയ്യണം, ആരാണ് വാല്യൂബിൾ ക്ലയൻറ്റ്, ഇതിനെക്കുറിച്ച് ഏതാണെന്ന് കൂടെ അറിയത്തില്ല. ഗവൺമെൻറ് ബിസിനസ്സിനെ വെച്ച് ഓട്ടിക്കൊണ്ടിരിക്കുന്നു. സംസാരിക്കുന്നത് ഈ ഉലകത്തിലെ ജയിച്ചതുപോലെ സംസാരിക്കും. ഗവൺമെൻറ് സപ്പോർട്ട് കാരണം 23% ഓഫ് ഡെപ്പോസിറ്റ് അവരുടെ അടുത്തിരിക്കുന്നു. ഇത് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് 19% ഓഫ് ഓൺ ലോൺസും അവരുടെ കയ്യിലിരിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വലുതായിട്ട് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് കസ്റ്റമർ ഔട്ട്റീച്ച് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ വലുതായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇരിക്കത്തില്ല. ഇത്രയും ദൂരം ഇന്ത്യസ് ലാർജസ്റ്റ് ബാങ്ക് ആയിരുന്നാലും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് HDFC ഇങ്ങനെ സ്ട്രഗിൾ ചെയ്താലും HDFCൻ്റെ അടുത്തോ ICICIൻ്റെ അടുത്തോ ഇതില്ല.
ഇതിലിരുന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാർക്കറ്റ് ഒരു പബ്ലിക് സെക്ടർ സ്റ്റോക്കിന് എങ്ങനെ വാല്യൂ ചെയ്യുന്നു എന്ന്. നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെയും ICICIൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെയും HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെയും നിങ്ങൾ നോക്കിയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം. പാലും വെള്ളവും എങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതിന് നിങ്ങൾ തൊടത്തുമില്ല. അടുത്തത് മൊബിക്വിക്ക് എന്ന ഒരു കമ്പനി. നമ്മളെ പേരും കൂടെ കേട്ടതില്ല. അത് മൊബൈലിൽ ഏതോ ആപ്ലിക്കേഷൻ ചെയ്യുന്ന കമ്പനിയാണ്. അവരും ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ലൈസൻസ് എടുത്ത് അവരും ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുണ്ട്. ബറോദ പോലെ അവരും കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നു. ഓൾറെഡി ബജാജും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓവറോൾ മാർക്കറ്റിൽ മോർ ദാൻ ഇയറിന്ന് ഇരിക്കുന്നു. TVS, ഏത്തർ ആൻഡ് ബജാജ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ റയർ എർത്ത് മെറ്റൽസ് ഞങ്ങൾക്ക് ഷോർട്ടേജ് ആയി. ഇത് കാരണം നിങ്ങളെ പ്രൊഡക്ഷനെ ഞങ്ങൾ കട്ട് ചെയ്യുന്നു എന്നെ പറഞ്ഞിരിക്കുന്നു. ഈ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കട്ടാകും. ഇന്നും ഒരു 1.5 വർഷം ഡിലേ ആയിരിക്കും. എന്തെന്ന് വെച്ചാൽ ഈ റയർ എർത്ത് മെറ്റൽ ഇല്ലാതെ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി ഇന്ന് രാഹുൽ ബജാജ് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം അതിനെ റെഡിയാക്കാൻ ഒരുപാട് ദിവസം എടുക്കും. ഇന്നും മാർക്കറ്റ് വീക്കായിരിക്കുന്നു, ഫ്ലാറ്റായിരിക്കും. ഈ നമ്മളെ പട്ടാസ് ലിസ്റ്റിലുള്ളത് എന്തെങ്കിലും നന്നായി ഇപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഇതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൺസിഡർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബിഗ് പ്രോഫിറ്റ് എന്നത് കിട്ടും. ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ലോങ് ടേമിൽ നമുക്ക് വളരെ നല്ലതായിട്ട് മുടിയും. ഇത് വന്നിട്ട് 40% കറക്റ്റായിരുന്നു നോക്കുന്ന സമയത്തിൽ. ഇത് ഇന്നും വൈറസ് സൂചിയാണ്. ഇന്ന് സാർ സംസാരിച്ചിരിക്കുന്നു. അത് കാരണം നമ്മളതിനെ കൺസിഡർ ചെയ്താൽ വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ലോങ് വേ ടു ഗോ. വാല്യുവേഷൻ വളരെ കൂടുതലാണ്. ആ വാല്യുവേഷൻ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ന്യൂസ് വന്നായിരുന്നു, മൈക്രോസോഫ്റ്റിലിരുന്ന് ഇന്നും ഒരു 9,000 പേര് ജോലിയിൽ നിന്ന് എടുക്കുന്നു എന്ന്. അമേരിക്കയിൽ ടിക്ടോക്കിനെ ഇന്നും അവർ ജീവനോടെ വച്ചിട്ടുണ്ട്, ബാൻ ചെയ്തില്ല. അതിന് മുമ്പേ അവിടെയും ഒരു 3,000 പേരിനെ ജോലിയിൽ നിന്ന് എടുക്കുന്നതായിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ஆனால் ആദ്യം ഒരു AI ഇരിക്കുന്ന കാരണത്താൽ നടക്കുന്ന ന്യൂസ് എല്ലാവരും AI വേവ്സ് വന്നിട്ട് ആദ്യം IT ജോബ്സ് തന്നെ അടിക്കും. IT ജോബിനെ റീപ്ലേസ് ചെയ്യണതിൽ ഇതൊരു വലിയ ഇടത്തിലിരിക്കും. ഇനി വരുന്ന കാലങ്ങളിൽ IT കമ്പനീസിൽ ആളെടുക്കുന്നതിനിവിടെയും ആൾക്കാർ അവരെ വെളിയിൽ പോയെങ്കിൽ റീപ്ലേസ് ചെയ്യണത് കുറയ്ക്കും. എസ്പെഷ്യലി ആദ്യം വന്നിട്ട് BPO ബിസിനസ് വലുതായിട്ട് അടിപെടും. ആരൊക്കെ BPO ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നോ അവർക്ക് ഇത് ഒരു വലിയ ഹിറ്റായിരിക്കും. കാരണം കസ്റ്റമർ സപ്പോർട്ട്, BPO, എൻട്രി ലെവൽ പ്രോഗ്രാമിംഗ് ഇതുപോലത്തെ ജോലികളൊക്കെ ഈ സമയമേ ഇമ്പാക്റ്റ് ആകാൻ തുടങ്ങി. അമേരിക്കയിൽ ആ ട്രെൻഡ് തന്നെ കാണാൻ പറ്റുന്നു. ഇപ്പോൾ മെഡിക്കൽ ജോബ്സിൽ ഒരുപാട് പേരെ കയറ്റിയിരിക്കുന്നു. 1,45,000 പേർക്ക് എക്സ്ട്രാ ജോലി കിട്ടിയിരിക്കുന്നു. ഒരു സർപ്രൈസ് ആയിരിക്കുന്ന കാരണത്താൽ ഇന്നലെ ട്രഷറി ഈൽഡൊക്കെ കയറിയിരിക്കുന്നു. ട്രഷറീസിൻ്റെ വില ഇറങ്ങിയിരിക്കുന്നു. ഓവറോൾ നോക്കിയിരിക്കണം. ഇന്ന് ഇത്രയും തന്നെ ന്യൂസ്. നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.